അസ്സലാമു അലൈക്കും. ഇന്ന് എൻ്റെ പ്രിയ സഹോദരങ്ങളുടെ മുമ്പിൽ എനിക്ക് പറയാനുള്ളത് ഒരു കേസിനെ പറ്റിയിട്ടാണ്. കേസ് എന്ന് പറഞ്ഞാൽ ഒരുപാട് ആളുകൾ, നിരപരാധികളായ ആളുകൾ കേസിൽ അകപ്പെട്ട് കഴിയുന്നവരുണ്ട്, സങ്കടത്തിലായി കഴിയുന്നവരുണ്ട്. ഒരുപാട് കുടുംബങ്ങൾ അതിനെ ചൊല്ലി വിഷമിച്ച് കഴിയുന്നവരുണ്ട്. ഒന്നും അറിഞ്ഞുകൊണ്ട് ആരും ചെയ്യുന്നതായിട്ടല്ലെങ്കിൽ പോലും മറ്റൊരാളെ സഹായിക്കാൻ പോയതിൻ്റെ പേരിലാവാം, അല്ലെങ്കിൽ സ്വന്തം ഭാര്യയുടെ കാരണത്താലാവാം, അല്ലെങ്കിൽ ഒരു ഭർത്താവിൻ്റെ കാരണത്താലാവാം. അങ്ങനെ നീണ്ട് കേസായിട്ട് ജീവിതം മുഴുവൻ അങ്ങനെ തന്നെ ഹോമിക്കപ്പെട്ടു പോവാം. അതിന് വേണ്ടിയിട്ട് എന്താ പറയുക, ഒരുപാട് വർഷങ്ങൾ അതിൻ്റെ പിറകെ പോവുക. സത്യസന്ധമായിട്ടുള്ള കാര്യമാണെങ്കിലും അതിൽ നിന്ന് ജീവിച്ച് നല്ലൊരു ലെവലിലും കൂടെ പോരാൻ പറ്റാത്തൊരവസ്ഥയിൽ കുടുങ്ങി പോവുക. അപ്പോൾ അത്തരം ഘട്ടത്തിലുള്ള ആളുകളുണ്ട്. ഒരുപാട് കുടുംബങ്ങൾ സങ്കടത്തിലുണ്ട്. മക്കൾ കേസിൽ അകപ്പെട്ടു പോയത്, അല്ലെ ഭർത്താവ് അകപ്പെട്ടു പോയത്, ഇതൊന്നും അറിഞ്ഞുകൊണ്ടായിരിക്കില്ല. പല കാരണങ്ങൾ നിമിത്തം അങ്ങനെ വന്നു ചേരുന്നതായിരിക്കും. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഞാൻ ഇതിൽ പറയുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഒരുപാട് സൂറത്തുകളുടെ ഒരു കളം, അതായത് തക്സീർ ഞാൻ ഇവിടെ ചേർക്കുകയാണ്. അത് നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വിചാരിച്ചാൽ, നിങ്ങളിപ്പോൾ നിലവിലുള്ള കേസ് വിജയിച്ച് കിട്ടുവാൻ മനസ്സിൽ നിയത്താക്കി 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കുക. അതോടുകൂടി ഈ തക്സീർ, അതായത് ഇതിൽ ഞാൻ തന്ന ഈ കളത്തിലുള്ള ആയത്തുകൾ ഒരു വൈറ്റ് പേപ്പറിലേക്ക് നിങ്ങൾ എഴുതിയെടുത്ത് അത് നിങ്ങളുടെ കൈവശം പേഴ്സിൽ ഭദ്രമായിട്ട് സൂക്ഷിച്ച് വെക്കുക. ഇൻഷാ അല്ലാഹ് എത്രയും പെട്ടെന്ന് നിങ്ങൾ ആ കേസ് വിജയിച്ച് പ്രയാസങ്ങൾ നീങ്ങി നിങ്ങളുടെ നല്ലൊരു ജീവിതത്തിലേക്ക് നിങ്ങൾക്ക് തിരിച്ചു പോകാൻ പറ്റുന്നതാണ്. അപ്പോൾ ആരും ഇത്, അത്തരം കുടുങ്ങിയ ആളുകൾ ഇത് എഴുതി വെക്കാൻ മറക്കരുത്. എല്ലാവർക്കും നല്ലൊരു ഹൈറായൊരു ജീവിതം റബ്ബ് നൽകുമാറാവട്ടെ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ.